ഗോൾഡ്, സിൽവർ, കോപ്പർ, അലുമിനിയം, യുറാനിയം. പാത്രങ്ങളിൽ അലുമിനിയം, ചെമ്പ്, പിത്തള, അതല്ല, 2026 നിങ്ങൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ പോകുന്ന ചില മെറ്റൽസ് ഇതൊക്കെ ആയിരിക്കും. നിങ്ങൾ ഇപ്പൊ തന്നെ നോക്കിയേ, AI വന്നു, EV വന്നു, ഡാറ്റാ സെന്റർ വന്നു, ക്ലീൻ എനർജി വന്നു. ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ ആയിരിക്കും ഇനി ഫ്യൂച്ചർ. പക്ഷെ ഇതൊന്നും നമുക്ക് എയറിൽ ഉണ്ടാക്കാൻ പറ്റില്ല. ഇതൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് മേൽ പറഞ്ഞ മെറ്റൽസ് ആവശ്യം വരുന്നുണ്ട്. ഇതിലൊക്കെ നമുക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം? ഇപ്പോൾ ഗോൾഡിന്റെ സിൽവറിന്റെ കാര്യത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് പോയി കടയിൽ പോയി ആഭരണമായിട്ട് വാങ്ങേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. നമുക്കിത് ഡിജിറ്റലി വാങ്ങാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഗോൾഡ് ETF ആയിട്ടും സിൽവർ ETF ആയിട്ടും നമുക്ക് വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ കോപ്പറിന്റെയും അലുമിനിയത്തിന്റെയും കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അതിന് ETF-കളില്ല, പകരം അലുമിനിയം, കോപ്പർ ഉണ്ടാക്കുന്ന നല്ല നല്ല കമ്പനികളുടെ സ്റ്റോക്സുകൾ വാങ്ങിച്ചു വെച്ചാൽ മതി. ഇനി യുറേനിയത്തിന്റെ കാര്യത്തിലോ, യുറേനിയം ഒരിക്കലും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വാങ്ങാൻ പറ്റില്ല, പകരം ഇതായിട്ട് കണക്റ്റായി കിടക്കുന്ന സ്റ്റോക്സുകൾ മ്യൂച്വൽ ഫണ്ടിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ മേൽ പറഞ്ഞ മെറ്റൽസിന്റെയും ആ മെറ്റലിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന നിങ്ങളുടെയും ഫ്യൂച്ചറിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയണ്ട, കിട്ടുന്ന പൈസ കൊണ്ട് നേരെ കൊണ്ടിൽ ഡംപ് ചെയ്തോ. 1 മാസം 2 മാസം കഴിയുമ്പോൾ നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. പകരം എന്ത് ചെയ്യണം? കൃത്യമായ ഓപ്പർച്യൂണിറ്റീസിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ നല്ല ഫ്യൂച്ചർ നിങ്ങൾക്ക് ഉണ്ടാവും.